അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 136. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن عبد الله بن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم نزل الحجر الأسود من الجنة وهو أشد بياضا من اللبن فسودته خطايا بني آدم. رواه الإمام الترمذي رضي الله عنه. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, ഹജറുൽ അസ്വദ് സ്വർഗത്തെ ಬಂದಂಕത്തെ പവിത്രമായ കല്ല്, അത് പാൽഡാട്ടി വെളുത്തിട്ടിന്ത് മനുഷ്യന്മാരെ തപ്പായിട്ടിക്കിട് അതിനെ കറുപ്പാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നങ്കത്തെ ഹദീസ് സ്വർഗത്തെ ഇൽഞ്ഞു ಬಂದಂಕത്തെ കല്ല്. ഹജറുൽ അസ്വദ് തൊട്ടാണ്ടായെങ്കിൽ സ്വർഗത്തെ ഇറങ്ങി ಬಂದಂಕത്തെ കല്ലിടാണ് ഞങ്ങൾ തൊട്ടോണ്ടിക്കിട്. അപ്പോ ഹജറുൽ അസ്വദിന്റെ മഹത്വ ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വിശദീകരിച്ചുകൊണ്ടുണ്ട്. ഹജറുൽ അസ്വദ് ലോകത്തുള്ള ഏതൊരാളും അതിരെ മുത്തണും ചെന്നിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതിരെ തൊട്ടുമുത്തരെ അതിരെ മുത്ര ആളുകൾ വലിയ മഹത്വമുണ്ട്. ഹാഫിൽ ദഹബി അയാളെ സിയറു അഅലാമിൻ നുബലത്തിൽ ചൊല്ലു, നിക്ക് ഹജ്ജ് പോകായില്ലാണ്ടായെങ്കിൽ ഫൈദാ ഫാത്തക്കൽ ഹജ്ജു, നിക്ക് ഹജ്ജിಗೆ പോണുക ആയില്ല വലഖീതൽ വഫ്ത, ഹജ്ജിരെ ബണ്ട ആൾമാരെ നിക്ക് അങ്ങ കണ്ടുമുട്ടിയാറുണ്ടായെങ്കിൽ നീ എന്താക്കണം ചൊന്നെങ്കിൽ അയാൾ ചൊല്ലു ഫഖബ്ബിൽ ഫമഹു, അയാളെ ബായി നീ മുത്തണുണ്ട്, അയാളെ ബായി നീ മുത്തണു. ബായി മുത്രത് എവിടെ ഇല്ല. പക്ഷെ ഇയാൾ അവിടെ ചൊന്നുകൊണ്ടുണ്ടു. ഹാഫിൽ ഹബി അയാൾ സിയറു അഅലാമിൻ നുബലത്തിൽ ചൊന്ന ഇബാറത്ത് നക്ക് ഹജറുൽ അസ്വദിനെ പറ്റി ചൊല്ലുമ്പോ ഓർമ്മ ഉണ്ട്. അത് ചൊല്ലു നീ അയാളെ ബായി മുത്തണു. എന്നിട്ട് നീ ചൊല്ലണു ഫഖുൽ ഫമുൻ മസ്സബി തഖ്ബീൽ ഹജറൻ മസ്സഹു ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സാധാരണ ബായല്ല. ഇയാളെ ബായി ചൊന്നെങ്കിൽ അത് പണ്ട് ഇയാളെ ഹജ്ജിക്ക് പോകുമ്പോ എടുത്തു പോയെങ്കിലത്തെ ബായ് അവിടെ ചേഞ്ച് ആക്കി വന്ന ബായ് എന്തും അല്ല. വേറെ പുതിയ ബായുടെ പൈസ കൊടുത്തിട്ട് ബംഗാര ബായ് വെച്ച വന്നതല്ല ഇയാൾ, പണ്ടത്തെ ബായ്. പക്ഷെ ഈ ഹാഫിദുൽ ദഹബി എന്തിക്ക് അങ്ങനെ മുത്തണു ചൊന്നെങ്കിൽ അയാൾ ചൊല്ല നീ അയാളെ ബായ് മുത്തണു. നിക്ക് ഹജ്ജിക്ക് പോണു ഭാഗ്യം കിട്ടിയിട്ടില്ലാണ്ടായെങ്കിൽ ഹജ്ജിരെ വന്ന ആളെ ബായി നീ മുത്തണു. മുത്തിട്ട് നീ ചൊല്ലണു. ഇതൊരു സാധാരണ ബായി അല്ല. ഇത് ഏത് ബായി ചൊന്നെങ്കിൽ ഇത് ഹജറുൽ അസ്വദിനെ മുത്തിയെങ്കത്തെ ബായി. ഹജറുൽ അസ്വദ് ചൊന്നെങ്കിൽ എന്തിരെ അത് നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുണ്ടു സ്പർശായങ്കത്തെ കല്ലാണ് ഹജറുൽ അസ്വദ്. അങ്ങനത്തെ നന്റെ നബിയുടെ ചുണ്ടു സ്പർശായങ്കത്തെ കല്ലിടെ സ്പർശാക്കത്തെ ബായായിട്ട് ഇയാളെ ബായി. അതുകൊണ്ട് ഇയാളെ ബായിക്കും മഹത്വ ബന്ത്. അതുകൊണ്ട് നീ അയാളെ ബായി മുത്തണുണ്ടു ഹാഫിദുൽ ദഹബി വിശദീകരിച്ചുകൊണ്ടുണ്ട്. അപ്പൊ ഹജറുൽ അസ്വദിലെ മുത്തുറക്ക് വലിയ മഹത്വമുണ്ട്. ഹജറുൽ അസ്വദ് ചൊല്ല കല്ലുകും വലിയ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത് അൽഹംദുലില്ലാ മക്കത്ത് എത്തിയിട്ട് ആ ഹജറുൽ അസ്വദ് ചൊല്ല കല്ല് മുത്തുണും ചൊല്ല വലിയ ആശ എന്റെ മനസ്സിൽ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തന്ന. അങ്ങനെ ആ ഹജറുൽ അസ്വദ് മുത്തുകായെങ്കിൽ ധാരാളം മഹാന്മാർ നേർച്ചയാക്കിയിട്ടുണ്ട്. ഹജറുൽ അസ്വദ് നക്ക് മുത്തുകായെങ്കിൽ നബിത്തങ്ങളെ പറ്റി ഞാൻ ഗ്രന്ഥ എഴുതരെ, കഅബാലയത്തെ പറ്റി ഞാൻ കിതാബ് എഴുതരെ, അല്ലെങ്കിൽ ഇന്ന കവിത ഞാൻ ഉണ്ടാക്കടെ, പരിശുദ്ധമായ കഅബാലയ മസ്ജിദുൽ ഹറാമുടെ ഉൾഗതിച്ചിട്ട് ഹജറുൽ അസ്വദ് ഇങ്ങനെ കാണുമ്പോ അൽഹംദുലില്ലാ ഈ തിരക്കിടലിൽ നക്കും ഹജറുൽ അസ്വദ് മുത്തുകാവണു. അങ്ങനെ മുത്തുകായെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്ത് പോയിട്ട് നബിത്തങ്ങളെ ഖുബ്ബത്തുൽ ഖദറാ കണ്ടോണ്ടു, നബിത്തങ്ങളെ റൗലത്തെ മുട്ട, നബിത്തങ്ങളെ മദ്ഹാക്കിട്ട് നാനൊരു ബൈത്ത് പാടാൻ നേർച്ചയാക്കി. നബിത്തങ്ങളെ മദ്ഹാക്കിട്ടുള്ള ഒരു ബൈത്ത് ഇമാം ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി കേരളത്തെ നബിത്തങ്ങളെ റൗലത്ത് പോയിട്ട് പാടിയെങ്കത്തെ സ്വല്ലൽ ഇലാഹു ചൊല്ല നല്ല ബൈത്തുണ്ട്. അതുപോലെന്തും ഞങ്ങളെ കൊണ്ടാക്കൂ സാധ്യയില്ല. പക്ഷെ ആ രീതിയിൽ ചെറിയ രൂപത്തിലെങ്കിലും നബിത്തങ്ങളെ മദ്ഹാക്കിട്ട് നാണ് ഒരു ബൈത്ത് ചൊല്ലാൻ നേർച്ചയാക്കിയ. അൽഹംദുലില്ലാ ആ കഅബാലയ മുത്തകു നന്റെ വിഷയം ഞാൻ ചൊന്നുകൊണ്ടുള്ള നക്ക് കഅബാലയത്തെ ഹജറുൽ അസ്വദ് മുത്തകു തൗഫീഖ് കിട്ടിത്ത്. അൽഹംദുലില്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ. ഞങ്ങൾക്കെല്ലാം ആ തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല തരട്ട്. കുണ്ടൂർ ഉസ്താദ് ചെന്ന പോലെ വവഫിഖ് ലന അല്ലാഹുമ്മ മിൻക ബിറഹ്മതി ലികൈമാ നസൂറൽ മുസ്തഫ നിഅമ ഷാക്കിറ. എല്ലാവരും ദുആർക്കുന്നു. കുണ്ടൂർ ഉസ്താദ് നിർദ്ദേശിച്ചെങ്കിൽ ബൈത്തായിട്ടിക്കിട് അള്ളാഹുവേ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശനാക്കൂ നീ തൗഫീഖ് തരണു ചെന്നു, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് തൗഫീഖ് തരണു ചെന്നുകൊണ്ട് കഅബാലയത്തെയും നബിത്തങ്ങളെ മദീനത്തെയും സിയാറത്താക്കോ ആഗ്രഹിക്കട ആൾമാർക്ക് കുണ്ടൂർ ഉസ്താദ് എഴുതി കൊടുത്തെങ്കിൽ ഒരു ഗെറായിട്ടിക്കിടിത് വവഫിഖ് ലന അല്ലാഹുമ്മ മിൻക ബിറഹ്മത്തിൻ ലികൈമാ നസൂറൽ മുസ്തഫ നിഅമ ഷാക്കിറ. അങ്ങനെ ധാരാളം മഹാന്മാർ ഹജറുൽ അസ്വദ് നന്റെ കൊണ്ട് മുത്തുകായെങ്കിൽ
ഇങ്ങനെ നേർച്ചയാക്കിയെങ്കിൽ താൽമാരെല്ലാം കാണുക സാധ്യമാവും. ആ കൂട്ടത്തിൽ ചെറിയൊരു എളിയ എന്തുകുമാവാത്തതാണ് ഹജറുൽ അസ്വദ് മുത്തുക സാധ്യമായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തെ റൗദത്തെ മുന്നിൽ നിന്നിട്ട് സ്വല്ലല്ലാഹുടെ രീതിയിലൊരു ചെറിയ ബൈത്ത് നബി തങ്ങളെ ഹളറത്ത് ഞാൻ സമർപ്പിക്കാൻ നേർച്ചയാക്കിയ അൽഹംദുലില്ലാ മസ്ജിദുൽ ഹറാമുൽ വെച്ചിട്ട് ആക്കിയ നേർച്ച കഅബാലയത്തെ നോക്കിക്കൊണ്ടാക്കിയ നേർച്ച അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിച്ച അങ്ങനെ ഈ ഹജറുൽ അസ്വദ് മുത്തുമ്പോഴാണ് ഈ ഹദീസ് നമുക്ക് നെനപ്പാവുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്തല്ല ഹജറുൽ അസ്വദ് അത് സ്വർഗത്തെ ഇൽഞ്ഞെത്ത കല്ല്, ಅದಕ್ಕೆ വലിയ മഹത്വം ഉണ്ട്. ആ ഹജറുൽ അസ്വദിന്റെ മുത്ര ആൾമാർക്ക് അന്ത്യനാളിൽ ഈ കല്ല് പിന്നെ ഷഫാത്താക്കിടുന്ന് ചൊന്നിട്ടും നമുക്ക് കാണുക സാധ്യമാവും. പക്ഷേ ഇണ്ട് എത്രമ നജിദിയൻ സിദ്ധാന്തത്തെ ആൾമാർ അങ്ങെല്ലാരും ആ കല്ലുടെ മുത്രാർ അതെല്ലാം സുന്നത്തിന്റെ ചൊല്ലർ എങ്കിലും അങ്ക് അങ്ങനെ മുത്തുമ്പ യഥാർത്ഥത്തിൽ അങ്ങനെ മനസ്സിലെ ഉൾഗ ആ ഒരു ലയന ആയിട്ട് മനസ്സിലെ ഉൾഗത്തെ സ്നേഹത്തിൽ അങ്ക് മുത്തുക സാധ്യയില്ല. എന്താ ചൊന്നെങ്കിൽ തൗഹീദ് ശിർക്കടെಲ್ಲ ಬಾರಿ പേടിക്കലെങ്കത്തെ ആൾമാറാണ് അങ്ങ ഹജറുൽ അസ്വദിനെ തൊടരുത് പിന്നെ അതിരെ മുത്തുറുതു അത് തൗഹീദിന് ചൊല്ലാറ്. ഒരു ശിലയുടെ വന്ദിക്കಡೆ ഹജറുൽ അസ്വദിനെ മുത്ര ചൊന്നെങ്കിൽ ಅದರ ಅರ್ಥ ಅಂದ್ರೆ ഒരു ശില കഅബത്തെ മൂലലുള്ളಂಕത്തെ ഒരു ശിലയുടെ ഒരു കല്ലുടെ വന്ദിക്കಡೆ അത് പിന്നെ അതിരെ തൗഹീദിന് ചൊല്ലാറാണ്. കഅബാലയത്തെ ചുറ്റുരെ പ്രദക്ഷിണാകൃതി അത് തൗഹീദിന് ചെല്ലാറ്. അതേ സമയത്ത് മഹാന്മാരെ കബറിനെ മുട്ട പോയിട്ട് അങ്ങനെ സിയാറത്താക്കിയെങ്കിൽ അത് ഷിർക്കിന് ചെല്ലാറ്. അപ്പോ ഷിർക്കും തൗഹീദിനെ പറ്റി വലിയ വലിയ പ്രസംഗം വിട്ടുകൊണ്ടിരുന്നത്തെ ആൾമാർ പണ്ട് സുലൈമാൻ സക്കാഫി അതുപോലെ അലവി സക്കാഫിയുടെ പ്രസംഗത്തിൽ കേട്ടതെന്നൊക്കെ നെനപ്പാവുdu. ഈ ചോദ്യം അങ്ങ് അപ്പുറം കേട്ടിട്ടിന്നാറ്. എന്തിനാ ചൊന്നെങ്കിൽ ഷിർക്കും തൗഹീദും എങ്ങനെ വിലയിരുത്തൽ അത് കൽബ് കൊണ്ടല്ല വിലയിരുത്തൽ നങ്ങ അതേ ചൊന്നോണ്ടില്ല. സുന്നികളായ നങ്ങ അള്ളാഹു അല്ലാത്ത ആൾമാരൊട്ടിಗೆ ഇസ്തിഗാസ സഹായാർത്ഥന നടത്തുമ്പോ ഖബർ സിയാറത്ത് ആക്കുമ്പോ അങ്ങനൊട്ടിಗೆ തവസ്സുൽ ഇസ്തിഗാസ ആക്കുമ്പോ അങ്ങ ദൈവാൻ ചൊല്ലുന്ന ഒരു വിശ്വാസം ഞങ്ങളുടെ മനസ്സിൽ ഇല്ലേ ഇല്ല. അങ്ങ അള്ളാഹുടെ മഹാന്മാർ ചൊല്ലുന്ന വിശ്വാസത്തിൽ ഞങ്ങൾ സഹായിക്കട്ടെ അത്തരെ ദൈവ അള്ളാഹു എപ്പോഴും ഞങ്ങൾക്ക് അള്ളാഹുവേന്ന് ചൊന്നിട്ട് അങ്ങനത്തെ വിശ്വാസമുണ്ട്. അതായിട്ട് ആരാധന ഇത് ഞങ്ങൾ സഹായിക്കട്ടെ. അപ്പൊ ഈ തൗഹീദും ഷിർക്കും കൽബുലല്ലേ ബണ്ടേന്ന് ചൊന്നത് ഞങ്ങൾ കേട്ടോണ്ടിരുന്ന. പക്ഷെ അങ്ങ ചൊല്ലുന്നതിരെ ചൊന്നെങ്കിൽ ഇല്ല നിങ്ങ മഹാന്മാരെ ആരാധിക്കാറ് നിങ്ങ ഇസ്തിഗാസ കേക്കടേന്ന് ചൊന്നെങ്കിൽ നിങ്ങൾ ആരാധിക്കടെ നിങ്ങൾ ഷിർക്കാക്കടേന്ന് ചൊന്നിട്ട് ഞങ്ങൾ അതിൽ വെറുതെ അങ്ങ ഒരു ആശയം തുടങ്ങിയിട്ടായിട്ട് അതിനെ പിടിച്ചു നിൽക്കുകയായിട്ട് ഞങ്ങളെ മേലെ ആരോപിട്ടാറ്. എന്തേ ചൊന്നെങ്കിൽ സുന്നികളായ ആൾമാർ അങ്ങ മഹാന്മാരെ ഇസ്തിഗാസാക്കടെങ്കും തവസ്സുലാക്കടെങ്കും അത് ആരാധനായിട്ടിക്കടെ അത് ഷിർക്കായിട്ടിക്കിടുണ്ട്. അങ്ങോട്ടേക്ക് അപ്പുറം കേട്ടെങ്കിലത്തെ ഒരു ചോദ്യമാണ് കഅബാലയത്തെ തവാഫാക്കിടുതും ഹജറുൽ അസ്വദ് മുത്തു ഒരു ശിലയുടെ ബഹുമാനിക്കടെ ഒരു ബിൽഡിംഗിടെ ബഹുമാനിച്ചിട്ട് അതിന്റെ ചുറ്റുരെ ഇത് തൗഹീദിന്റെ അങ്ങും സമ്മതിക്കാറ്. അതേ സമയത്ത് ഒരു ഹിന്ദു അമുസ്ലിമായ ആള് അയാളെ ദേവാലയത്തെ ചുറ്റുറുതും അവിടെ ഉള്ളെങ്കത്തെ ശിലയുടെ വന്ദിക്കൃത് ഷിർക്കുണ്ട് അങ്ങ ചൊല്ലാറ്. അപ്പൊ ലാഹിറായ ബാഹ്യമായ നോട്ടത്തിൽ നോക്കുമ്പോൾ രണ്ടും ഒരേപോലെ മക്കത്തിലും ഒരു ഭവനത്തെ ചുറ്റുരെ ഒരു ശിലയുടെ ചുംബിക്കടെ ഇങ്ങോ അമുസ്ലിമീങ്ങവും ഒരു ഭവനത്തെ ചുറ്റുരെ ഒരു ശിലയുടെ ചുംബിക്കടെ ബാഹ്യമായ പ്രവർത്തനം നോക്കുമ്പോൾ രണ്ടും സെയിം. പക്ഷെ അതിരങ്ങ തൗഹീദും ഇതിരെ ഷിർക്കുണ്ട് വഹാബിങ്ങമേ ചൊല്ലാറ്. അപ്പൊ അങ്ങനെ ചൊല്ലുന്നുണ്ടായെങ്കിൽ അതിനർത്ഥം എന്താ വിശ്വാസം നോക്കണുണ്ടല്ലേ ഇവിടെ ഇങ്ങളെ വിശ്വാസ ഷിർക്ക് അവിടെ പോയിട്ട് കഅബ ചുത്ര ആൾമാറും ശിലയുടെ മുത്തറങ്കത്തെ ആൾമാരെ വിശ്വാസം അത് തൗഹീദായിട്ടിട്ട് അതൊരിക്കലും ഷിർക്കാവുക സാധ്യയില്ല. അപ്പൊ മൊത്തത്തിൽ ഞാൻ ചൊന്നു വന്നുകൊണ്ടുള്ളേ ഷിർക്കും തൗഹീദും തീർമാനാക്കടെ അത് ഹൃദയത്തെ വിശ്വാസത്തിലായിട്ടിക്കട് ഈ സലഫിങ്ങ വഹാബിങ്ങ ചൊല്ലും പോലെ അല്ല. അപ്പോ അത് തൗഹീദ് കഅബാലയത്തെ ചുറ്റുന്നത് തൗഹീദ് ഉണ്ടായെങ്കിൽ ഇതും അമുസ്ലിമീങ്ങ ദേവാലയത്തെ ചുറ്റും തൗഹീദാവണ്ടേ. പക്ഷെ അത് തൗഹീദല്ല അത് ഷിർക്കുണ്ട് എല്ലാവരും ചൊല്ലാറ്. എന്തുകൊണ്ട് അത് ഷിർക്കാവിടെ ബാഹ്യമായ നോട്ടത്തിൽ രണ്ടും സേമല്ലേ അത് ഷിർക്കാവിടെ വിശ്വാസം കൊണ്ടായിട്ടിരിക്കും. ഇങ്ങളെ വിശ്വാസ ഷിർക്ക് ആ വിശ്വാസ തൗഹീദ്. അതുകൊണ്ട് തൗഹീദ് ഷിർക്കും ചെന്നൊരു പെരിയ പേടിപ്പാട്ടിന് അകത്തെന്തും ഇല്ല. അതല്ല ഏതൊരു സാധാരണ ആൾക്കും മനസ്സിലാക്കുക തൗഹീദും ഷിർക്കും കൽബുടെ വിശ്വാസത്തിലാണ് ഉള്ളേ. ഏത് ദർഗത്ത് പോണ്ട ആൾ കാജൂർ ദർഗത്ത് ഉള്ളാള ദർഗത്ത് മടവൂർ മമ്പറ ഏത് ദർഗത്ത് പോണ്ടേ എങ്ങനത്തെ സാധാരണ ഒരു വിവരമില്ലാത്ത ആൾമാരൊട്ടി നീ കേട്ടു നോക്കൂ കൂടെ കിടക്കട ആള് ദൈവാൻ ചൊല്ല വിശ്വാസം നിങ്ങൾക്കുണ്ടാകേട്ടെങ്കിൽ അവൻ ഞങ്ങൾക്ക് അടിക്കുക ദൈവമാ ഇത് അള്ളാഹുടെ മഹാൻ ചൊല്ല വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞത് ദൈവം നല്ലത് അള്ളാഹുവിന്റെ ആ സാധാരണ ആൾ വരെ ചൊല്ലുക. അപ്പൊ ഇത്രയും വ്യക്തമായി സ്പഷ്ടമായിട്ട് ഇരിക്കുമ്പോ വെറുതെ നൂതനവാദിങ്ങൾ ഞങ്ങളെ മേലെ ആരോപാക്കൾ എന്തിനെ ചൊന്നെങ്കിൽ നിങ്ങൾ മഹാന്മാരെ ആരാധിക്കാറുണ്ട് ആയിക്കോട്ടെ അങ്ങനെ ഒരു സൈഡിൽ വെക്കുക. അങ്ങക്ക് പിന്നെ ഏതായാലും ഒരു ആശയം തുടങ്ങിയിട്ടായിട്ട് അതിനെ പൂർത്തിയാക്കാണ്ട് അങ്ങക്ക് പിന്നെ വർക്കില്ല. അപ്പൊ അങ്ങനെ ആ ഹജറുൽ അസ്വദ് മുദ്രക്ക് വലിയ മഹത്വമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബാലയത്തെ മുത്തുമ്പ ചെന്നൊരു ഫലക്കൊണ്ടാണ് അതിരെയും ഇങ്ങ വിളിച്ചോണ്ടാർ. ഉമർ റളിയല്ലാഹു അൻഹു കഅബാല ഈ ഹജറുൽ അസ്വദിനെ മുത്തിരി ചൊന്തു നീ ഒരു കല്ലായിട്ടിക്കല നിക്ക് ഉപദ്രാക്കുക സാധ്യയില്ല നിന്റെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മുത്തുറുദു ನಾನು ಕಂಡ್ರೆ അതുകൊണ്ടാണ് ನಾನು മുത്തുറേൻട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്ന ഹദീസ് ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കഅബ ഈ ഹജറുൽ അസ്വദര മുത്തിര് ഉമർ റളിയല്ലാഹു അൻഹു നിക്ക് ലാ തളുറു വലാ തൻഫഉ ചൊന്നത് സ്വയം നിക്ക് ഉപകാര ഉപദ്രാക്കോ സാധ്യയില്ല എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ചൊന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഈ ഹജറുൽ അസ്വദ് മുത്തറാൾക്ക് ഹജറുൽ അസ്വദ് സാക്ഷി നിക്കൊണ്ട് ഹദീസേ ഉണ്ട്, ഷഫാത്താക്കൊണ്ട് ഹദീസേ ഉണ്ട്, അപ്പൊ ഉപകാരം ഉണ്ടുണ്ടല്ല ಅದರ ಅರ್ಥ. അപ്പൊ ഈ ചൊന്നതിന്റെ അർത്ഥം സ്വയം ഉപകാര ഉപദ്രാക്കോ സാധ്യയില്ല എന്നാണ് എല്ലാ മഹാന്മാരും അതിനെ വിശദീകരിച്ചത്. അങ്ങനത്തെ ധാരാളം ഹദീസ് നമുക്ക് കാണാൻ സാധ്യമാവും. ഷുഅബുൽ ഈമാനിൽ, മുസ്തദറക്കിൽ, അതുപോലത്തെ കിതാബിലുള്ള ഹദീസ് ഉണ്ട്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ചൊല്ലാൻ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു കൂടെ ഞങ്ങൾ ഹജ്ജിക്ക് പോയിട്ടിന്ന അങ്ങ തവാഫ് ചെയ്യുമ്പോ ഹജറിനെ നേരെ തിരിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചൊന്തു നിക്ക് ഉപകാരമോ ഉപദ്രവമോ ആക്കുക സാധ്യയില്ല ആവില്ല എന്ന കൊന്തുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്റെ മുത്തിയെ ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ മുത്തലം തിന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചെന്നപ്പ ഇത് കേട്ട അലി റളിയല്ലാഹു അൻഹു ചൊന്തു അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ അങ്ങനെ ചെല്ലകു തീരാ ಇದಕ್ಕೆ ഉപകാര ഉപദ്രാക്കുക ആവുടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കേടുത്ത് എങ്ങനെ നിങ്ങൾ അങ്ങനെ ചൊല്ല ആവുടുണ്ടു. അപ്പോ അലി റളിയല്ലാഹു അൻഹു ചൊല്ലു ഖുർആന്റെ സൂക്തം കൊണ്ട് ഏത് സൂക്താൻ കേക്കട് അപ്പറാണ് അലി റളിയല്ലാഹു അൻഹു ചൊല്ലു അഅറാഫ് സൂറത്തെ 175 ആയത്ത് ഓതിയിട്ട് അലി റളിയല്ലാഹു അൻഹു പിന്നെ ചൊല്ലു അല്ലാഹു ആദം അഅറാഫിലെ 175 ആയത്ത് ഓതിയിട്ട് അലി റളിയല്ലാഹു അൻഹു പിന്നെ ചൊല്ലു അല്ലാഹു ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച പിന്നെ മുതുകിൽ ഇങ്ങനെ ആദം നബിയുടെ മുതുകിൽ ഇങ്ങനെ തടകിയ എന്നിട്ട് നാണ് റബ്ബും പിന്നെ അവിടെ ഉള്ള അടിമങ്ങൻ ചൊന്നു ആദം നബി അലൈഹി ഇസ്ലാമിയുടെ മുതുകിലുള്ള റൂഹെല്ലാം സമ്മതിച്ചിട്ട് അങ്ങനെ അവിടെ കരാറ് ഉടമ്പടിയെല്ലാം നടക്കിട് അതൊരു കടലാസിൽ എഴുതിര് എന്നിട്ട് അതിരെ ഈ കല്ല് അപ്പൊ ചെല്ല് ആ ഹദീസിലുണ്ട് ഈ കല്ല് ಅದಕ್ಕೆ എന്തായിട്ട് ചെന്നെങ്കിൽ ബായ് ഇതിരെ കണ്ണും നാവല്ല ഈ കല്ല് കിന്തിട്ടാണ് അങ്ങനെ ഇതിരെ ബായി ഓപ്പൺ ആക്കുക ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ കല്ല് ബായി തുറന്ന് ആ രേഖ ഇതിരെ ബായിൽ ഇട്ടിട്ട് എന്നിട്ട് നിന്റെ കരാറ് പാലിച്ച ആൾമാർ ഈ കരാറ് പാലിച്ച ആൾമാർക്ക് അന്ത്യനാളിൽ നീ ഷഫാത്താക്കണമെന്ന് ചൊന്നിട്ടു സാക്ഷി നിൽക്കണമെന്ന് ചൊന്നിട്ടു അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കല്ലിടൊട്ടിക്ക് ചെന്ന അങ്ങനെ അന്ത്യനാളിൽ ഈ കല്ലിടെ കൊണ്ടുപണ്ടാറുണ്ടും തൗഹീദോടു കൂടെ ഈ കല്ലിടെ ചുംബിച്ചങ്കെത്ത ആൾമാർക്ക് നാളെ നാവ് കൊണ്ടു പണ്ട് നാവിന്തല്ല ഈ കല്ലുക ഈ നാവ് കൊണ്ട് സാക്ഷി നിൽക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലത് ഞാൻ കേട്ടിട്ട് സാക്ഷി ചൊന്നുകൊണ്ടുള്ളാണ്ട് അതുകൊണ്ട് അമീറുൽ മുഅ്മിനീനായ നിങ്ങൾ ഈ കല്ല് ഉപകാര ഉപദ്രവ ആക്കില്ലാണ്ടല്ല ഉപകാര ഉപദ്രവ ആക്കിട് പണ്ട് അള്ളാഹു താല നടത്തിയ കരാറായിട്ടിരിക്കുന്നു അയ്യല്ലാഹുവിന് ചെന്നപ്പോ ഉമർ റളിയല്ലാഹു ചൊല്ലു അബു ഹസൻ ഓ അലി തങ്ങളെ നിങ്ങ കൂടെ ഇല്ലാത്തെങ്കിൽ താൽമാരൊട്ടിಗೆ ജീവിക്കുകയായിട്ട് ബണ്ടെതിരത്തൊട്ടു അള്ളാഹുടൊട്ടിಗೆ ನಾನು കാവൽ കേൾക്കടേന്ന് ചൊന്നെങ്കിൽ ഇതൊരു ഇങ്ങനത്തെ ഒരു വിവരം കിട്ടിത്തല്ലേ. അപ്പൊ ഏതായാലും ഹജറുൽ അസ്വദ് ഉപകാര ഉപദ്രവ ആക്കില്ല ಅಂತ ചൊന്നെങ്കിൽ സ്വയം ഉപകാര ഉപദ്രവ ആക്കില്ല ಅಂತಾണ് ചൊന്നതിರ ಅರ್ಥ. അപ്പോ മുസ്ലിമീങ് അണ്ട് മുതൽ ഇണ്ടുത്തോള ഹജറുൽ അസ്വദിനെ കൊണ്ടങ്ങ് ബർക്കത്തെടുത്തോണ്ടുള്ളാറ് അതുപോലെ ലോകത്തുള്ള ആധാറുകളെ കൊണ്ടങ്ങ് ബർക്കത്തെടുത്തോണ്ടുള്ളാറ്. പക്ഷെ മോഡേണിസ്റ്റിങ് നൂതനവാദിങ്ങ നജിദിയൻ ചിന്താഗതി തലക്ക് പിടിച്ചെങ്കെത്ത ആൾമാർ ഇതിനോട് അശ്ലീലായിട്ട് കണ്ടാറ്. അങ്ങ വാസ്തവത്തിൽ ചൊല്ല നിങ്ങൾ പൂജ നടത്തുറാറ് സൃഷ്ടി പൂജ നടത്തുറാറ് പ്രതിഷ്ഠ സ്ഥാപിക്കാറ് വിഗ്രഹാരാധന ആക്കിടാറെന്ന് ചൊന്നിട്ടു വെറുതെ അസഹനീയമായ വെറുതെ ആരോപണ അങ്ങ് ആക്കിക്കൊണ്ടിരിക്കാറ്. അങ്ങോട്ടേക്ക് നമുക്ക് കേൾക്കൂല്ലേ ഹജറുൽ അസ്വദ് തൊടുറതും അങ്ങും അംഗീകരിക്കാറ്. നേരിട്ട് മുത്തുക ഇല്ലെങ്കിൽ എന്താക്കണു നേരിട്ട് മുത്തുകായാലും തൊട്ടു മുത്തണു അതും കഴിഞ്ഞില്ലെങ്കിൽ കൈ കൊണ്ട് അല്ലെങ്കിൽ ബടി കൊണ്ട് ആങ്ങിയാക്കിയിട്ട് സൂചിപ്പിച്ചില്ലെങ്കിൽ മുത്തണു ചൊന്നിട്ടു ഞങ്ങൾ കിതാബിലെല്ലാം കാണ്ട അതിൽ അങ്ങും അംഗീകരിക്കാറ്. ഒരു ആദർശത്തെ പറ്റി ഞങ്ങൾ മുണ്ടുമ്പ ഹജറുൽ അസ്വദിനെ മുത്തുറുതു ഇങ്ങനൊരു ഇബാദത്ത് ഇതൊരു പുണ്യകർമ്മ ഓക്കേണ്ടായെങ്കിൽ അതേപോലത്തെ ആധാറല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആധാർ അതുകൊണ്ട് സ്വഹാബിങ്ങളുടെ ബർക്കത്ത് എടുത്തിട്ടില്ലേ. പക്ഷെ അവിടെ ഞങ്ങൾ ബർക്കത്തെടുക്കുമ്പോ അതിലെങ്ങ എന്താക്കിടാറ് എതിർക്കിടാറ്. ഒരേ ആദർശത്തെ പറ്റി മുണ്ടേണ്ടായെങ്കിൽ പക്ഷപാതിത്തോടെ തീറ ഒന്ന് ശിർക്കും ഒന്നും തൗഹീദാവുക തീറ. ഹജറുൽ അസ്വദ് ചൊല്ലതൊരു കല്ല് അതിലെ ഞങ്ങൾ ബർക്കത്തെടുക്കുക തീരുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുകേശ പുണ്യകേശ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാക്കി ആധാർ അതിലുള്ള സ്വഹാബിങ്ങ ബഹുമാനിച്ചിടാറ് ബർക്കത്തെടുത്തിറാറ്. അതിരെ ബർക്കത്തെടുക്കരുത് എങ്ങനെ ശിർക്കാവൂ സാധ്യ. ഒരു കല്ലിടെ വന്നിക്കരുത് അത് ഏകദൈവ വിശ്വാസം ഉണ്ടായെങ്കിൽ പിന്നെ അങ്ങനത്തെ ആൾമാർ ഈ പുണ്യാവശിഷ്ടത്തിൽ ആ ബർക്കത്തെടുക്കരുത് അത് ശിർക്കുണ്ട് എങ്ങനെ ചൊല്ലുക സാധ്യ. ആദർശ പ്രതിബദ്ധത ഉള്ള ആൾമാർക്ക് ഇതൊരിക്കലും ചൊല്ലുക സാധ്യല്ല. കുറെ ആൾമാർ ശിർക്കിടെ വലിയ ഉഷാറിൽ പ്രതിപാദനാക്കിക്കൊണ്ടിരുന്നെങ്കിൽ ആൾമാരെല്ലാം എഴുതിയില്ലാറ്. എന്തിനാ ചൊന്നെങ്കിൽ കാബാലയത്തിൽ ഞങ്ങൾ തവാഫ് പോകുമ്പോ ഹജറുൽ അസ്വദിനെ മുട്ട ഓരോരുത്ത കൂട്ടി ആക്കി കാട്ടിറങ്ങിക്കത്തെ ഈ അവസ്ഥ കണ്ടിട്ടല്ല നങ്ങിയ വെറുപ്പാവിടും ചൊന്നിട്ടു എഴുതിയെങ്കിൽ ആൾമാരുള്ളാറ്. അപ്പൊ ഏതായാലും ഈ ഞാൻ ചൊന്നെ ഹജറുൽ അസ്വദ് ചൊല്ലുടെ ഈ പുണ്യമുള്ള കല്ലിടെ കൊണ്ട് ബർക്കത്തെടുക്കരുത് ശിർക്കാവുക സാധ്യയില്ല. എങ്കിൽ അതേപോലത്തെ ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുണ്യാവശിഷ്ട കൊണ്ട് ബർക്കത്തെടുക്കരുത്.
ഇതെങ്ങനെ ശിർക്കാവുടെ? ഒരിക്കലും അത് ശിർക്കാവുക സാധ്യയില്ല എന്നാണ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള. ഏതായാലും ഈ ഹജറുൽ അസ്വദ് ചൊല്ല പുണ്യ കല്ല് അതിലെ പൊലിക്കവും അതങ്ങനല്ലേ, പുണ്യാവശിഷ്ട അതിലെ ബർക്കത്തെടുക്കുമ്പോ കുറെ ആൾമാർക്കെല്ലാം അത് അലർജി എല്ലാം ആവിടും. അപ്പൊ അതിലെ പൊലിക്കുകയായിട്ട് അതിലെ എടുക്കുകയായിട്ടും കുറെ ആൾമാർ ശ്രമിക്കാറ്. അങ്ങനെ പണ്ട് അള്ളാഹുടെ ശത്രുവായെങ്കിൽ അബൂ താഹിറുൽ കർമൂത്തി ചൊല്ലങ്കെത്ത ആള് മസ്ജിദുൽ ഹറാമുക 700ഓളം ആൾമാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ അവിടെ കുറെ ആൾമാരെല്ലാം കൊന്നിട്ടു കഅബത്തെ ബായിലെല്ലാം പരിച്ചെടുത്തിട്ട് ഹജറുൽ അസ്വദ് അങ്ങനെന്താക്കിയാർ അവിടെ എടുത്തോണ്ട് പോയാറ്. എടുത്തോണ്ട് പോകുമ്പോ അവനവിടെ ചെന്നറവുള്ള അനബില്ലാഹി വബില്ലാഹി അൻ യഖ്ലുഖുൽ ഖൽഖ വഫ്നിഹിം അന, നാണ് അള്ളാഹുടൊട്ടിಗೆ സമരത്തിലുള്ള അവൻ ആൾമാരെ സൃഷ്ടിച്ചോണ്ടുള്ള നാനങ്ങളെ നശിപ്പിച്ചോണ്ടുള്ള എന്ന് ചൊന്നറാണ്ട. അങ്ങനെ അവൻ ഹജറുൽ അസ്വദ് എടുത്തോണ്ട് അവന്റെ റായത്തുക്ക് പോയ ഹിജറ 314 339 തോള ഹജറുൽ അസ്വദ് അവന്റെ റായത്തിൽ നിന്നിട്ടാണ്. ഹജർ ചെന്നിട്ടാണ് ആ റായത്തിക്ക് ഇന്ന പേര്. ഹിജറ 339 പിന്നീട് കഅബ പിന്നെ ഈ കല്ല് വന്നിട്ട് പുനഃസ്ഥാപന ആയിട്ട് അവിടെ. അപ്പൊ 22 വർഷത്തോളം ഹജറുൽ അസ്വദ് ഇല്ലാണ്ട് തവാഫ് നടന്നിട്ട് ചരിത്രത്തിൽ കാണുക സാധ്യമാവും. അപ്പൊ ഹജറുൽ അസ്വദിരെ എടുക്കപ്പെട്ട സംഭവം ഉണ്ടായിട്ട് ഹജറുൽ അസ്വദിരെ ആ സ്ഥാനത്ത് എടുക്കപ്പെടാത്ത കാലത്തോളം ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് ചൊന്ന ഹദീസിൽ നമുക്ക് കാണുക സാധ്യമാവും. അപ്പൊ ഹജറുൽ അസ്വദിരെ നേരെ 2 സമരം നടന്നിട്ട് പിന്നൊരുക്ക ഈ സമരം എന്തിക്ക് നടന്നില്ലെന്ന് ചൊന്നെങ്കിൽ അങ്ങ് അള്ളാഹുടൊട്ടിക്കുള്ള പ്രേമത്തിൽ ചെന്നെങ്കിൽ അള്ളാഹുടൊട്ടിക്കുള്ള പ്രേമ തൗഹീദിരെ യാറ അങ്ങ് ഭയങ്കര തൗഹീദ് യാറായപ്പോ അങ്ങെന്താക്കിയാറ് ചെന്നെങ്കിൽ ഇതിരെ ആരാധിച്ചു പോണു തീറ എതിരെ ഹജറുൽ അസ്വദിരെ ആരാധിച്ചു പോണു തീറ. ഹിജറ 413 പിറകുർക്ക് അങ്ങനത്തെ ശ്രമം നടന്നിട്ട് അണ്ട് വലിയ ഒരു ചുറ്റിയെല്ലാം പിടിച്ചിട്ട് കഅബാലയത്തിക്ക് 3 വട്ടം അടിച്ചിട്ട് ഒരാൾ ചെന്നറ ഹജറുൽ അസ്വദ് എത്ര കാലം ഇങ്ങനെ ആരാധിക്കപ്പെട്ടോണ്ട് ഇക്കടെ മുഹമ്മദ് അലി അങ്ങൊരിക്കലും ആരാധിക്കപ്പെടുക തീറ. പിന്നെ ആവുണ്ടായെങ്കിൽ മുഹമ്മദ് ബർട്ട് നാണിതാ കല്ലടെ പൊടിയാക്കൊണ്ടുള്ള തടയകു തീരിയവನು ബർട്ടുന്ന് ചൊന്നിട്ടു അണ്ട് ചൊന്നറുണ്ട. ഈ ബാത്തിനിയത്ത് ചൊല്ലൊരു വിഭാഗം കാദിയാനി നമ്മുടെ പോലത്തെ ഒരു ടൈപ്പാണ്. ചെന്നെങ്കിൽ ഇത് ഞങ്ങളെ ഓവർ സ്പിരിറ്റ് ഞങ്ങളെ ഈമാൻ യാറെ കൂട്ടര് ഹജറുൽ അസ്വദിരെ ചുംബിക്കുമ്പോ അവനുക്ക് എന്താ ഇത്തും ചൊന്നെങ്കിൽ ഈ ഹജറുൽ അസ്വദിരെ ആരാധിക്കണമാ. ഞങ്ങൾ കഅബത്ത് പിന്നെ ഖബർ സിയാറത്തെല്ലാം ആക്കുമ്പോ കുറെ ആൾമാർക്ക് ഈമാൻ കൂട്ടിട്ടുണ്ടല്ലേ, കഅബ പിന്നെ ദർഗ സിയാറത്താക്കിക്കൊണ്ടുള്ള ഇങ്ങനെ ഷിർക്കാക്കിക്കൊണ്ടുള്ള ചൊന്നിട്ട് വാതാക്കൂ. അപ്പൊ ഹജറുൽ അസ്വദിരെ പൊലിക്കുമ്പോ ഓണു ചൊന്നെങ്കത്തെ മുദ്രാവാക്യായിട്ടിക്കരുത് ജാറം പൊലിക്കോകൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുബ്ബ പൊലിക്കോ ഭർത്താങ്കത്തെ തീവ്രവാദികളുള്ളല്ലേ അങ്കല്ല ചൊല്ലക അവിടങ്കത്തെ പിന്നെ മുദ്രാവാക്യായിട്ടിക്കരുത്. അപ്പൊ ഇങ്ങെല്ലാം ആക്കിയത് എന്തിനെന്ന് ചൊന്നെങ്കിൽ അങ്ങനെ ചൊല്ല അള്ളാഹുടൊട്ടിക്കുള്ള പ്രേമയാറായിട്ടും തൗഹീദ് അങ്ങനെ കാഠിന്യം കൊണ്ടാണ് ഇങ്ങനെ ചൊന്നര. വാസ്തവത്തിൽ അങ്ങാക്കിയത് വെറും തപ്പാണ്. ഹജറുൽ അസ്വദ് പൊലിക്കുമ്പോ ഈ ആൾമാർ ഈ ബാത്തിനിയത്തിൽപ്പെട്ട ആൾമാർ ചൊന്നര അതേയല്ലേ അള്ളാഹു അല്ലാത്ത ആൾമാരോട് ആരാധിക്കപ്പെടുക തീരാൻ ചൊന്നിട്ടു അങ്ങനെ വാൾട്ടേജ് യാറായിട്ടാണ് അങ്ങ് ദാരി തപ്പിടി. ഷിയാക്കള അവസ്ഥ അങ്ങനല്ലേ, അലി റളിയല്ലാഹു അൻഹു മഹബത്ത് കൂടിയിട്ട് അലി റളിയല്ലാഹുവിന്റെ ദൈവാൻ ചെന്നാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അട്ടി മുന്നോൽ ഖലീഫാവനായ അലി റളിയല്ലാഹു അൻഹു ചെന്നറാർ. അങ്ങനെ ഈമാൻ സ്പിരിറ്റ് കൂടുക തീറ അത് ബാത്തിലായ സ്പിരിറ്റ് ആയിട്ടിക്ക്. അപ്പോ നൂതനവാദിയും അതേ ആക്കിക്കൊണ്ടുള്ള. അപ്പൊ ഏതായാലും ഞാൻ ചെന്നുകൊണ്ടുള്ള ഹജറുൽ അസ്വദിക്ക് വലിയ മഹത്വമുണ്ട്. ആ ഹജറുൽ അസ്വദിനെ പാടെ നീക്കുകയായിട്ട് ശ്രമവും കൂടി നടന്നിട്ടാണ്. അപ്പൊ തവാഫ് ചെയ്യുമ്പോ ഹജറുൽ അസ്വദിനെ സൗകര്യപ്രകാരം നമുക്ക് മുത്തുക സാധ്യമാവും. അല്ലാത്ത ടൈമിലും പോയിട്ട് ഹജറുൽ അസ്വദിനെ മുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്വമേറിയ കല്ലുടെ ഇനിയും ധാരാളം നമുക്ക് മുത്തുകയും അതിലൂടെ പുണ്യം സമ്പാദിക്കുകയും അള്ളാഹുടെ പ്രീതി കാക്ഷിക്കുകയും അത് അനുഭവിക്കുകയും അത് മുഖാന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടിಗೆ സ്വർഗ്ഗത്തിൽ കൂടവും അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.